ഉപ്പള ദേരമ്പളയിൽ താൽക്കാലിക കവുങ്ങുപാലത്തിൽ നിന്നും വീണ് പുഴയിലെ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിനിക്ക് മധ്യവയസ്കൻ രക്ഷകനായി. നാട്ടുകാരനായ ഉദയനാണ് സ്വന്തം ജീവൻ പോലും വകവെക്കാതെ പുഴയിലേക്ക് എടുത്തുചാടി 22-കാരിയുടെ ജീവൻ രക്ഷിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു അപകടം. പുത്തൂരിലെ കോളേജിലേക്ക് പോയ സഹോദരി നിഷ്മിതയെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയായിരുന്ന ജ്യേഷ്ഠ സഹോദരി സുഷ്മിതയാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന അനുജത്തിയുടെ ബാഗും ടാബും 2 മൊബൈൽ ഫോണുകളും വെള്ളത്തിൽ നഷ്ടപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് പുഴയിൽ കുത്തൊഴുക്കുണ്ടായിരുന്നു. അതിനാലാണ് കോളേജിലേക്ക് പോയ അനുജത്തിയെ കൂട്ടാനായി സുഷ്മിത ദേരമ്പളയിലെ വീട്ടിൽ നിന്നും ജോഡ്കല്ലിലെത്തിയത്. ഇവിടെ നിന്നും തിരികെ വരുന്നതിനിടയിലാണ് പുഴയ്ക്ക് കുറുകെ താൽക്കാലികമായി ഉണ്ടാക്കിയ കവുങ്ങ് പാലത്തിൽ നിന്നും തലകറങ്ങി അടിതെറ്റി പുഴയിലേക്ക് വീണത്. ചേച്ചി ഒഴുക്കിൽപ്പെട്ടത് കണ്ട് അനുജത്തി നിലവിളിച്ചു. ഇത് കേട്ടാണ് സമീപത്തുണ്ടായിരുന്ന ഉദയൻ ഓടിയെത്തിയതും തൻ്റെ ജീവൻ പോലും വകവെക്കാതെ പുഴയിലേക്ക് എടുത്തുചാടി കുത്തൊഴുക്കിൽ നിന്നും സുഷ്മിതയെ രക്ഷിച്ച് കരക്കെത്തിക്കുകയും ചെയ്തത്. അപ്പോഴേക്കും വിവരമറിഞ്ഞ് മറ്റു പലരും സ്ഥലത്തെത്തിയിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ ചെറിയ പരിക്കേറ്റതിനാൽ സുഷ്മിതയെ ഇവരെല്ലാം ചേർന്ന് ആശുപത്രിയിലേക്കും മാറ്റി. ഇന്നലെ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടായി, വെള്ളം നോക്കൊണ്ട് ഉണ്ടായി. അപ്പോൾ ആ സുസ്മിത പറയുന്ന കുട്ടി അവളെ അനിയത്തിനെ കൂട്ടുകൊണ്ട് വന്നത്. അപ്പോൾ അനിയത്തി ഇപ്പറ കടക്കുമ്പോൾ അയാൾ ഈ വെള്ളം നോക്കിയിട്ട് തല ചുറ്റി വന്ന് അങ്ങനെ വെള്ളത്തിൽ വീണ്. ആ സമയത്തിൽ ഞാൻ വെള്ളത്തിൽ ചാടി ഞാൻ അവളെ രക്ഷിച്ചു. അതിനെ അനിയത്തി കോളേജിൽ പോയിട്ടുണ്ടായി. ഓളെ വിളിച്ചോണ്ട് വരണി, കൂട്ടോണ്ട് വരണി. ഞാൻ പോയിട്ട് അങ്ങോട്ട് പോയിനി. വരുമ്പോൾ അവിടെ കാല് സ്ലിപ്പായത്. ലാസ്റ്റ് അത് ഒരു കങ്കിൻ്റെ ഇതാക്കിയിട്ടുണ്ടായില്ലേ, അതിൽ കാല് സ്ലിപ്പായിട്ട് വീണപ്പോൾ ഓരോ ഉദയ ശെട്ടി ഉണ്ടല്ലോ, ഓരോ വന്നിട്ട് ജമ്പാക്കിയിട്ട് എന്നെ രക്ഷിച്ചു. 1999-2000 കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച മടന്തൂർ ദേരമ്പളപ്പാലം ശക്തമായ മണൽ വാരലിനെ തുടർന്ന് തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ച് 4 വർഷം മുമ്പത്തെ കാലവർഷത്തിൽ തകർന്നിരുന്നു. അതിനിയും പുനർനിർമ്മിക്കാത്തതാണ് ഇരുകരകളിലുമുള്ള അനേകായിരങ്ങളുടെ ജീവൻ ഓരോ മഴക്കാലത്തും ഭീഷണിയിലാക്കുന്നത്. താൽക്കാലിക കവുങ്ങുപാലത്തിലൂടെ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഞാണിന്മേൽ കളി പോലെ കടന്നു പോകുന്നത് കണ്ടാൽ തന്നെ നെഞ്ചുപിടയും. എന്നാൽ അധികാരികൾക്കിത് വെറും അവഗണനയുടെ കാഴ്ച മാത്രമാണ്. മീഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ ദേരമ്പള മടന്തിയാറ് ഫുട് ബ്രിഡ്ജ് വർഷങ്ങൾക്ക് മുമ്പ് പൊളിഞ്ഞു വീണ് നാട്ടുകാരും വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കുന്നത് കവുങ്ങിൻ്റെ പാലത്തിലൂടെയാണ്. ഇന്നലെ വൈകുന്നേരം ഐത്തപ്പ പൂജാരിയുടെ മകൾ സുഷ്മിത തൻ്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ വെള്ളം കണ്ട് തലകറങ്ങി പുഴയിലേക്ക് വീഴുകയും നേരത്തെ ഉണ്ടായിരുന്ന ഉദയകുമാർ എന്ന വ്യക്തി ആ സുഷ്മിതയെ രക്ഷിക്കുകയും ചെയ്തു. വർഷങ്ങളോളമായി ഈ നാട്ടിൽ ജനങ്ങൾ ഈ പാലത്തിന് വേണ്ടി പലരെയും കാണുന്നുണ്ട്. ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയൊരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്കും വേണ്ടി ഈ പാലം പണിഞ്ഞു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിലെ ആളുകൾക്ക് വലിയ ആശ്രയമായിരുന്ന പ്രധാനപ്പെട്ട പാലമാണ് തകർന്ന പുഴയിൽ തന്നെ കിടക്കുന്നത്. ഇപ്പോൾ ഓരോ മഴക്കാലത്തും സ്വന്തം നിലയിൽ കവുങ്ങുപാലം നിർമ്മിച്ച് മറുകര താണ്ടേണ്ടുന്ന ദുർഗതിയിലാണ് പ്രദേശവാസികൾ. ഈയൊരു സാഹചര്യം തന്നെയാണ് പലതരത്തിലുള്ള അപകടങ്ങളെയും അത്യാഹിതങ്ങളെയും വിളിച്ചു വരുത്തുന്നതും. ഇനിയെങ്കിലും അടിയന്തര പ്രാധാന്യത്തോടെ ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഈ മേഖലയിലുള്ളവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നതും. ദേരമ്പളപ്പാലം തകർത്തതും പകരം പുതിയ പാലം നിർമ്മിക്കാത്തതും ഇതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് വിഷൻ പൊതുപക്ഷം പരിപാടിയിലൂടെ സവിസ്തരം ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.